Hello students, next chapter limits involving infinity and asymptotes. Asymptotes definition പറയുന്നതിന് മുമ്പ് എന്താണ് ലിമിറ്റ്സ് ഇൻവോൾവിംഗ് ഇൻഫിനിറ്റി എന്നുള്ളത് നോക്കാം. ഓൾറെഡി നിങ്ങൾ ലിമിറ്റ്സ് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി വാല്യൂ വരുമ്പോൾ അത് ലിമിറ്റ് ആയിട്ട് നമ്മൾ പറയാറില്ല. ഇൻഫിനിറ്റിയാണ് വാല്യൂ കിട്ടണമെങ്കിൽ അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നോക്കൂ, y = 1/x ഗ്രാഫ് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? ഇങ്ങനെ ഇങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഗ്രാഫാണ്. അതുപോലെ ഇങ്ങോട്ട് വരും തോറും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഗ്രാഫാണ്. അതായത് സീറോന്റെ റൈറ്റിലത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്കും പോകുന്നു. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0+ അത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും, അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 - 1/x അത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു നോഷൻ ഇവിടെ ഈ ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത് ആക്ച്വലി അതൊരു ഫൈനൈറ്റ് വാല്യൂ അല്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ലിമിറ്റുകളെ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ലിമിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലിമിറ്റുകളെ ഇൻഫിനിറ്റ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If the values of f of x increases indefinitely as x approaches a to the right or left, we can write limit x tends to a plus f of x equal to plus infinity, or limit x tends to a minus f of x equal to plus infinity. അതായത് റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇൻഡെഫിനിറ്റ്ലി അത് ഇൻഫിനിറ്റി ആയിട്ട് വളരുകയാണ്, വാല്യൂ വലുതായി പോവുകയാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അതുപോലെ എയുടെ റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇൻഡെഫിനിറ്റ്ലി ഡിക്രീസ് ചെയ്യാണ്, വളരെ ചെറുതായി പോവുകയാണെങ്കിൽ ചെറുതായി ഇവിടെ വരെ എത്തും, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഒരു നോഷൻ കാണിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് റൈറ്റ് ലിമിറ്റ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് ലിമിറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ പ്ലസ് ഓർ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a plus f of x equal to മൈനസ് ഇൻഫിനിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അത് മുമ്പത്തെ ഡെഫിനേഷനാണ്. ഇപ്പോൾ ബോത്ത് ആർ വൺ സൈഡ് ലിമിറ്റ്സ് ആസ് പ്ലസ് ഇൻഫിനിറ്റി. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പ്ലസ് ഇൻഫിനിറ്റി തന്നെയാണ് എങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x equal to ഇൻഫിനിറ്റി എന്ന് പറയാം. റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റും ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അതുപോലെ രണ്ട് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം, ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. അപ്പോൾ ആദ്യം വൺ സൈഡഡ് ലിമിറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ആ വൺ സൈഡഡ് ലിമിറ്റ്സ് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഒറിജിനൽ ലിമിറ്റും ഇൻഫിനിറ്റ് ലിമിറ്റ് തന്നെയാണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. പക്ഷെ ഒന്ന് പ്ലസ് ഇൻഫിനിറ്റി ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കത് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വൺ സൈഡഡ് ലിമിറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ, ഈ ലിമിറ്റുകൾ ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. രണ്ടും ഇൻഫിനിറ്റി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടും മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് ഈക്വലായി വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒറിജിനൽ ലിമിറ്റിൻ്റെ കേസ് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് വൺ സൈഡഡ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. അപ്പോൾ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + 1/x - 1 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - 1/x - 1 ആണ് ക്വസ്റ്റ്യൻ. ഇത് 1/xന്റെ ഫോമിലുള്ളതാണ്, കണ്ടാലറിയാം നിങ്ങൾക്ക്. നെക്സ്റ്റ് -1 എന്ന് പറയുമ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത ഒരു ഗ്രാഫാണ്. 0 ഉണ്ടായിരുന്നതിനെ ഒന്ന് 1ലേക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഗ്രാഫാണ് 1/x + x - 1ന്റെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി നീങ്ങിയിരിക്കും. ഈ 0യോട് അപ്രോച്ച് ചെയ്തിരുന്നതിന് പകരം ഈ ആക്സിസ് 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് എന്താണോ അതുപോലെ ഇരിക്കും. ഈ സെയിം ഗ്രാഫ് തന്നെ, പക്ഷെ ഇവിടെ 0 എന്നുള്ള ആക്സിസിന് പകരം 1ലേക്ക് ഈ എക്സ് ആക്സിസിനെ ഒന്ന് y ആക്സിസിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫിഗർ എന്താണോ എന്നിട്ട് അതേ ഫിഗർ തന്നെ അവിടെ വരയ്ക്കുക. അതാണ് അപ്പോൾ 1/x - 1ന്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം, ആസ് x tends to 1 + this goes to infinity and as x tends to 1 - this go to minus infinity. അപ്പോൾ അത് എങ്ങനെയാണോ 1/x 0യുടെ അടുത്ത് ബിഹേവ് ചെയ്തേ അതേപോലെ തന്നെ ഫിഗർ കൊണ്ട് നമുക്കത് പറയാൻ പറ്റും. ജസ്റ്റ് ഷിഫ്റ്റിംഗ് അവിടെ നടന്നിട്ടുള്ളൂ. അതേപോലെ അത് 1ന്റെ അടുത്ത് 1/x 0യിൽ ബിഹേവ് ചെയ്ത പോലെ 1/x - 1 1ൽ ബിഹേവ് ചെയ്യും. സോ limit x tends to 1 plus 1 by x minus 1 equal to infinity.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നും കിട്ടും. ഓക്കെ, അത് ജോമെട്രിക്കലി നമുക്ക് ഫിഗർ നോക്കിയിട്ട് അങ്ങനെ എഴുതാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അത് അനലറ്റിക് ആയിട്ട് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൺ എടുക്കാം. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് മൈനസ് 1 ടെൻസ് ടു 0 പ്ലസ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 1ന്റെ റൈറ്റിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും എക്സ് മൈനസ് 1ന്റെ വാല്യൂ 0 പ്ലസിലേക്ക് അപ്രോച്ച് ചെയ്യും. ആൻഡ് 1 ബൈ എക്സ് മൈനസ് 1 ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ വാല്യൂ 0 പ്ലസിലേക്കാണ് പോകണമെങ്കിൽ ഇത് 1 ബൈ 0 പ്ലസ് ദാറ്റ് ഈസ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് പറയാൻ പറ്റും. അതുപോലെ ആസ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് മൈനസ് 1 ടെൻസ് ടു 0 മൈനസ്. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1ന്റെ ലെഫ്റ്റിലാണെങ്കിൽ എക്സ് മൈനസ് 1 ടെൻസ് ടു 0 മൈനസ്. എക്സ് മൈനസ് 1ന്റെ വാല്യൂ 0ന്റെ ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ 1 ബൈ എക്സ് മൈനസ് 1 ഇവിടെ 1 ബൈ 0 മൈനസ് ആണ്. അപ്പോൾ അവിടെ മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. 1 ബൈ എക്സ് മൈനസ് 1 ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അത് ആ ഒരു നോഷൻ വെച്ചിട്ട് എഴുതിയതാണ് കേട്ടോ. സോ ആ ഒരു കേസിൽ നമുക്ക് ഇതിന്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി ആണെന്നും ഇതിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആണെന്നും പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ അനലറ്റിക് സൊല്യൂഷനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാകാം അതിന്റെ ജോമെട്രിക് സൊല്യൂഷനാണ്. അപ്പോൾ ആ ജോമെട്രിക് സൊല്യൂഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ബുദ്ധിമുട്ടില്ല. അടുത്തത് ഡെഫിനേഷൻ ഓഫ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഡെഫിനേഷൻ പഠിക്കാം. Let f be a function defined on an open interval containing a with the possible exception of a itself. Then limit x tends to a f of x equal to infinity if all the values of f can be made arbitrarily large by taking x sufficiently close but not equal to a. അപ്പോൾ എക്സ് എയിലേക്ക് എടുക്കുന്തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വലുതായി പോവുകയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇത് നമ്മൾ നോക്കിയ 1 സൈഡഡ് ലിമിറ്റ് ഒന്നുമല്ല, 2 സൈഡഡ് ലിമിറ്റ്, അതായത് ഒറിജിനൽ ലിമിറ്റിന്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ 1 സൈഡഡ് ലിമിറ്റിന്റെ പ്ലസും മൈനസും വരുന്ന റൈറ്റ് ലിമിറ്റിന്റെയും ലെഫ്റ്റ് ലിമിറ്റിന്റെയും ഡെഫിനേഷൻ ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. If all the values of f can be made as large in absolute values and negative as we please by taking x sufficiently close to but not equal to a. അപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു എ ആണ് എങ്കിൽ എയുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട്, പക്ഷെ കറക്റ്റ് എക്സാക്ട്ലി എ അല്ല, എക്സ് എ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാല്യൂ ചെറുതായി പോവാണ് എങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ വാല്യൂവിന്റെ നെഗറ്റീവ് ആണ് എങ്കിൽ, മുമ്പ് പറഞ്ഞ ആർബിട്രറി വലുതായി പോകുന്നു എന്ന് പറഞ്ഞ വാല്യൂവിന്റെ നെഗറ്റീവ്സ് ആണ് എങ്കിൽ ഡിക്രീസ് ചെയ്യാണല്ലോ. അപ്പോൾ ആ ലിമിറ്റ് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ആണ് എന്ന് പറയാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ലിമിറ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നിട്ട് ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. ഡെഫിനേഷൻ ഇതായിട്ട് അങ്ങനെ ചോദിച്ചില്ലെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ടാവുക. ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക നന്നായിട്ട്, അഥവാ ചോദിച്ചാൽ എഴുതാൻ പക്കത്തിന് റെഡി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 2 സൈഡഡ് ലിമിറ്റ്സിന്റെ, അതായത് ഈ ഒറിജിനൽ ലിമിറ്റിന്റെ പ്രോബ്ലംസ് ആണ്. ഡിസ്കസ് ദ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ നിയർ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അത് ചെയ്തിട്ട് രണ്ടാമത്തത് നോക്കാം. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ, അപ്പോൾ as x approaches 0 from either side, the value of 1 by x square are always positive and it becomes arbitrarily large. 0ന്റെ ഏത് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും നമുക്ക് 1 by x സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0ന്റെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും അവിടെ നമുക്ക് വാല്യൂ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഓൾവേസ് പോസിറ്റീവ് അല്ലേ, അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എക്സ് സ്ക്വയറിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 0ന്റെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും ആ വാല്യൂസ് എല്ലാം നമുക്ക് 1 ബൈ പോസിറ്റീവ് വാല്യൂ അങ്ങനെ ആണ് വരുന്നത്. അപ്പോൾ വാല്യൂ എത്ര ചെറുതാവുമോ ഈ വാല്യൂ 1 ബൈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുള്ളൂ. ഒരു കാരണവശാലും അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. അപ്പോൾ 0യോട് ക്ലോസ് ആയി വരുമ്പോൾ എക്സിന്റെ വാല്യൂ വളരെ മൈന്യൂട്ടായിട്ട് വരികയാണ്. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ വലുതായി പോവാണ്. പക്ഷെ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് അതെപ്പോഴും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുള്ളൂ, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം g ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി മനസ്സിലാക്കുക.
ഇങ്ങനെയാണ് വരിക. ഇത് ഈ സീറോന്റെ റൈറ്റിൽ നിന്ന് വരുമ്പോഴും ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും, സീറോന്റെ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പോയിന്റ്സ് എടുത്ത് വരച്ച് നോക്കി സെയിം ഗ്രാഫ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് g of x equal to 1 by x plus 3 whole square near x equal to minus 3. അപ്പോൾ 1 by x plus 3 whole square ആണ്, near x equal to minus 3 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 by x plus 3 whole square എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1 by x സ്ക്വയറിൽ ഈ സീറോയിലുണ്ടായിരുന്ന ഈ സീറോ ആക്സിസ് ആയിട്ട് എടുത്തതിന് പകരം അതിനെ ഒരു 3 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ 1 by x സ്ക്വയർ എങ്ങനെ ബിഹേവ് ചെയ്തോ അതുപോലെ ഈ സീറോയിലുള്ള ആക്സിസിനെ -3ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ഗ്രാഫിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരും. അങ്ങനെ തന്നെ ഗ്രാഫാണ് 1 by x plus 3 whole square. ഈ 1 by xന്റെ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ 1 by x minus 1 എന്നുള്ള പ്രോബ്ലം ചെയ്തില്ലേ ഷിഫ്റ്റിംഗ് യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെയാണ് ഈ 1 by x സ്ക്വയർ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇതുപോലെയുള്ള ഷിഫ്റ്റഡ് ഗ്രാഫ്സിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ ഈ 1 by x 1 by x സ്ക്വയർ ഒക്കെ എപ്പോഴും പഠിച്ചു വെക്കാം. എന്നിട്ട് മറ്റേതൊക്കെ അതിന്റെ ഷിഫ്റ്റിംഗ് ആയിട്ട് വാല്യൂസ് ഈ ലിമിറ്റുകളായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഷിഫ്റ്റഡ് ഗ്രാഫ്സിന്റെ ഒക്കെ ലിമിറ്റ് അതുപോലെ തന്നെയാണ് വരിക. അപ്പൊ അത് 1 by x സ്ക്വയറുമായിട്ട് ഇതുപോലെ ഇത് 1 by x സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ഗ്രാഫ് ഇസ് ദ ഗ്രാഫ് ഓഫ് f of x equal to 1 by x square shifted 3 units to the left. ഷിഫ്റ്റിംഗ് നിങ്ങൾ പഠിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Therefore, g behaves near -3 exactly the way f behaves near 0. ഇവിടെ സീറോന്റെ അടുത്ത് എങ്ങനെയാണോ എഫ് ബിഹേവ് ചെയ്തത് അതുപോലെ ഇവിടെ 3 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് -3 ഹോൾ സ്ക്വയർ ആണ്, എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് എക്സ് മൈനസ് എ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ഇത് -3ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സീറോയിൽ എന്തായിരുന്നു ബിഹേവ് ചെയ്തത് അതായിരിക്കും ഇവിടെ -3യിൽ ബിഹേവ് ചെയ്തത്. -3ലായിരിക്കും അതിന്റെ ആക്സിസ് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്കറിയാലോ ഇവിടെ സീറോയിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ -3യുടെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ എക്സ് ചെറുതാവും തോറും ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. മോറോവർ അത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക, കാരണം ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട്. ന്യൂമറേറ്റർ എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റിയാണ് ഇവിടെ വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പൊ 1 by xന്റെ ലിമിറ്റും 1 by x സ്ക്വയറിന്റെ ലിമിറ്റും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഗ്രാഫുകൾ ഓർത്തിരിക്കുക. ബാക്കി ഷിഫ്റ്റഡ് ഗ്രാഫ്സിന്റെ എല്ലാം അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് അസിംപ്റ്റോട്ട്സ് ആണ്. എന്താണ് അസിംപ്റ്റോട്ട്സ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ് അസിംപ്റ്റോട്ട്സ്. An asymptote of a curve of infinite extent is a line whose position is approached as a limit by a tangent to the curve as the point of contact recedes indefinitely along the curve. Definition ആയിട്ട് പറയുന്നുണ്ട്, the distance between the graph of a function and some fixed line approaches 0 as the graph moves increasingly far from the origin. We say that the graph approaches the line asymptotically and that the line is called the asymptote of the graph. അപ്പോൾ അതിൻ്റെ ഒരു ജോമെട്രിക് വ്യൂ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ട് ആൻഡ് ഒരു ലൈനിന്റെ ഗ്രാഫ് ഉണ്ട്. അതായത് ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോകും തോറും if the graph moves away from the origin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഗ്രാഫ് വലുതായി പോകുന്ന. ഇപ്പോൾ ഈ 1 by xന്റെ ഗ്രാഫ് എന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഇതുമായിട്ട് ഞാൻ ഈ 1 by x സ്ക്വയറിന്റെ ഗ്രാഫുമായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഈ അസിംപ്റ്റോട്ട്സ് മനസ്സിലാക്കാനായിട്ട്. ഈ 1 by x സ്ക്വയറിന്റെ ഗ്രാഫിൽ ഇതിങ്ങനെ വലുതായി പോവാണ്, ഇങ്ങനെ പോവാണ് അല്ലേ. അപ്പൊ ഈ ലൈൻ y ആക്സിസ് എന്ന് പറയുന്ന ലൈൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടോ ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് കർവ് ഏകദേശം ഇങ്ങനെ y ആക്സിസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറേ നീങ്ങി കഴിയുമ്പോൾ ഇൻഫിനിറ്റിയിൽ എവിടെയോ വെച്ചിട്ട് നമുക്കൊരു ഫീൽ തോന്നുന്നില്ലേ, ഈ y ആക്സിസ് ഈ കർവിനെ ടച്ച് ചെയ്യും എന്നുള്ളൊരു ഫീൽ തോന്നുന്നില്ലേ. ഇതിങ്ങനെ ഇങ്ങോട്ട് അടുത്തടുത്ത് വരികയാണ് വാല്യൂസ്, ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും ഈ y ആക്സിസ് ഈ കർവിനെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് പോലെ നിൽക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് പോലെ നിൽക്കും എന്നുള്ളൊരു ഫീൽ വരുന്നില്ലേ. അത് എവിടെയോ ആണ്, ലിമിറ്റ് പറയുന്ന കേസ് പോലെയാണ്. അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലൈനെയാണ് തന്നിരിക്കുന്ന ഗ്രാഫിന്റെ അസിംപ്റ്റോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.